വെരിക്കോസ് വെയിൻ ഇന്ന് വളരെയധികം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് വെരിക്കോസ് വെയിനിന്റെ തടിപ്പ്. വെരിക്കോസ് വെയിൻ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും കാണപ്പെടുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് കാഫ് മസിൽസിലെ അതുപോലെ തുടകളിലെയൊക്കെ വെരിക്കോസ് വെയിനിന്റെ തടിപ്പാണ്. ഇതിന് പല സർജറികളും നിലവിലുണ്ടെങ്കിലും ഇവയൊന്നും തന്നെ വെരിക്കോസ് വെയിനിന് ഒരു ശാശ്വത പരിഹാരം അല്ല. ഇതിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും കോംപ്ലിക്കേഷൻസിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ദിവസവും കൃത്യമായ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാഫ് മസിൽസ് അതുപോലെ തുടകളിലെയൊക്കെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാവുന്ന യോഗാസനങ്ങളും വ്യായാമങ്ങളും ഒക്കെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്യുക. അതുപോലെ വെരിക്കോസ് വെയിനിന്റെ ഇഷ്യൂസ് ഉള്ളവർ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ കാലൊന്ന് ഉയർത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാലുകളിൽ റിവേഴ്സ് ഡയറക്ഷനിൽ, അതായത് കാലിൻ്റെ അടിയിൽ നിന്നും മേലോട്ട് എന്ന രീതിയിൽ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതിനായി നിങ്ങൾക്ക് കടുകെണ്ണയോ അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനീഗർ അല്ലെങ്കിൽ നിങ്ങൾ നിലവിൽ യൂസ് ചെയ്യുന്ന ഏതൊരു എണ്ണയാണെങ്കിലും നിങ്ങൾക്ക് അതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കാലിൽ വെറ്റ് പാക്ക് ഇടുന്നത് വളരെ നല്ലതാണ്. അതായത് ഒരു തുണി നനച്ച് അധികം ടൈറ്റ് ആവാതെ കാലിൽ ചുറ്റിയിടുക. ഏകദേശം ഒരു 20 മിനിറ്റോളം ഇത് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ക്യാബേജ് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ഇത്തരത്തിൽ വെയിൻ തടിച്ചിരിക്കുന്ന ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വെക്കുന്നതും വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ അധികം ഉപ്പുള്ളതും വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പകരം ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും തവിടടങ്ങിയ ധാന്യങ്ങളും വിത്തുകളും ഒക്കെ കഴിക്കുന്നത് ബ്ലഡ് വെസൽസിന് ആവശ്യമായിട്ടുള്ള മിനറൽസും വൈറ്റമിൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഈ വെരിക്കോസ് വെയിനിൻ്റെ പ്രോബ്ലംസിനെയൊക്കെ പരിഹരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു.